ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും അവരുടെ ചെറിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് തിരികെ വീട്ടിലേക്ക് വരുന്നത്. ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞു 2-3 ദിവസങ്ങൾ കൂടി വളരെ ശാന്തമായി തന്നെ കടന്നുപോയി. ഇടനാഴിലൂടെ നോക്കുമ്പോൾ രേവതിയുടെ മുഖത്ത് വല്ലാത്തൊരു പ്രസരിപ്പുണ്ടായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല. ഒരു വ്യാഴാഴ്ച രാവിലെ തന്നെ ശാന്തതയെ ഭേദിച്ചുകൊണ്ടാണ് അശോകൻ ആ വീട്ടിലേക്ക് കയറി വന്നത്. രവീന്ദ്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അശോകാണ്. പതിവിലും വ്യത്യസ്തമായി അശോകന്റെ മുഖത്ത് വലിയൊരു ഭാരം കുടിയേറിയിട്ടുണ്ടായിരുന്നു. കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. മുഷിഞ്ഞ ഷർട്ടും അലക്ഷ്യമായി ചീകിയ മുടിയും അശോകന്റെ ഉള്ളിലെ എന്തോ വലിയ സങ്കടത്തെ വിളിച്ചോതുന്നുണ്ടായിരുന്നു. മുറ്റത്തേക്ക് കയറി വന്ന അശോകനെ കണ്ടപ്പോൾ ഉമ്മർത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന രവീന്ദ്രൻ സന്തോഷത്തോടെ എഴുന്നേറ്റു. ആ വാ അശോക, കുറെ ദിവസമായല്ലോ നിന്നെ ഇങ്ങോട്ടേക്ക് കണ്ടിട്ട്. നീ എന്താ ഈ വഴിക്ക് വരാത്തത്? രവീന്ദ്രൻ ചിരിയോടുകൂടെ ചോദിച്ചു. അശോകൻ അന്നേരം ഒന്നും മിണ്ടിയില്ല. അയാളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ മനുഷ്യൻ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. തന്റെ പ്രിയ സുഹൃത്ത് പെട്ടെന്ന് വിതുമ്പിക്കരയുന്നത് കണ്ട് രവീന്ദ്രൻ പകച്ചുപോയി. പത്രം അവിടെ തിരിഞ്ഞു വെച്ച് അയാൾ അശോകന്റെ അടുത്തേക്ക് ഓടിയെത്തി. അയാളുടെ തോളിൽ കൈവച്ചു. എന്താടാ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? രവീന്ദ്രന്റെ ശബ്ദത്തിൽ പരിഭ്രമം നിറഞ്ഞു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും 2 കപ്പ് ചായയുമായി രേവതി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അശോകനെ കണ്ടപ്പോൾ രേവതിയുടെ കാലടികൾ നിശ്ചലമായി. ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ച് അവൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് നടന്നു. ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ടാണ് സച്ചി മുകളിൽ നിന്നും താഴേക്ക് വന്നത്. ഒപ്പം ചന്ദ്രമതിയും ഉണ്ടായിരുന്നു. സങ്കടം സഹിക്കാൻ കഴിയാതെ നെഞ്ചിൽ കൈവച്ച് കരയുന്ന അശോകനെ കണ്ട് സച്ചിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്താ അങ്കിൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്തുപറ്റി? സച്ചി അശോകന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ചന്ദ്രമതിക്കും ആകാംക്ഷ അടക്കാൻ കഴിഞ്ഞില്ല. അല്ല, കാര്യം എന്താ അശോകേട്ടാ? എന്താ ഉണ്ടായത്? ആർക്കെങ്കിലും എന്തെങ്കിലും? അവർ വാക്കുകൾ മുഴുവനാക്കാതെ നിർത്തി. അശോകന്റെ ഭാര്യ ബിന്ദുവിന് ഹൃദയസ്പന്ദനത്തിനുള്ള അസുഖമാണ്. മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ഭയമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. സച്ചിയും രേവതിയും പരസ്പരം നോക്കി. കണ്ണുനീർ തുടച്ചുകൊണ്ട് അശോകൻ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്റെ 2ാമത്തെ മോള്, അവളില്ലേ, അവള് പോയി രവീന്ദ്ര. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. ബിന്ദുവിനല്ല, മകൾക്കാണ് എന്തോ സംഭവിച്ചിരിക്കുന്നത് എന്ന്. അവൾക്ക് എന്തു പറ്റിയാങ്കളെ? അവൾ എവിടെ പോയി? രേവതി പരിഭ്രമത്തോട് ചോദിച്ചു. അവൾ ഏതോ ഒരുത്തന്റെ കൂടി സ്നേഹിച്ച് ഓടിപ്പോയി മോളെ. എന്റെ മാനം കപ്പൽ കയറി. അശോകൻ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഈ വാക്ക് ഒരു ഇടുത്തി പോലെയാണ് ആ കുടുംബം കേട്ടത്. ആരും പ്രതീക്ഷിക്കാത്ത വാർത്ത. ശാന്ത സ്വഭാവക്കാരിയായ ആ പെൺകുട്ടി അങ്ങനെ ചെയ്യുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആരുടെ കൂടെ അങ്കിളെ പോയത്? അങ്കിൾ, ഞാൻ പയ്യനെ അറിയാമോ? സച്ചി ഗൗരവത്തോടെ ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല സച്ചി. ഇന്ന് രാവിലെ നോക്കുമ്പോൾ അവളെ കാണാനില്ല. അവളുടെ മുറിയിൽ നിന്നും എനിക്കൊരു കത്ത് കിട്ടി. അശോകൻ പോക്കറ്റിൽ നിന്നും മടക്കിയ ആ ഒരു കടലാസ കഷ്ണം പുറത്തേക്കെടുത്തു. സച്ചി ആ കത്ത് വാങ്ങിച്ചു വായിച്ചു. വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. എനിക്കിഷ്ടപ്പെട്ട ഒരാളോടൊപ്പം ഞാൻ പോവുകയാണ്. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. ഇത്രയും വായിച്ചപ്പോൾ സച്ചിയുടെ മുഖം മങ്ങി. അല്ലെങ്കിലേ അങ്കിളിന് ഈ കാര്യത്തെക്കുറിച്ച് യാതൊരുവിധ സൂചനയും ഉണ്ടായിരുന്നില്ലേ? രേവതിക്കും സംശയം തോന്നി. അശോകൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ഇല്ല മോളെ, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ബിന്ദുവിനറിയാമായിരുന്നു. അവൾക്ക് ആരെയോ ഇഷ്ടമാണെന്ന കാര്യം ബിന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടത്രേ. പക്ഷേ ബിന്ദു അത് ശക്തമായി തന്നെ എതിർത്തു. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടുമില്ല. ആ എതിർപ്പുള്ളത് കൊണ്ടായിരിക്കാം അവൾ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്. എന്നാലും എൻ്റെ കൊച്ച് എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സച്ചി ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. അതിനവൾ ആരോടും അധികം സംസാരിക്കാതെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരിയല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അങ്കിളെ. അപ്പോഴാണ് ചന്ദ്രമതി തൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞത്. അങ്ങനെയുള്ളവർ വേണം സച്ചി ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാൻ. പുറമെ പാവങ്ങളാണെന്ന് നടിക്കുന്നവർ ഉള്ളിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നവയാണെന്ന് ആർക്കറിയാം? ഇത് കേട്ടപ്പോൾ രവീന്ദ്രന്റെ ദേഷ്യം വന്നു. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചന്ദ്രേ? ഒരു മനുഷ്യൻ സ്വന്തം മകളെ കാണാതെ നെഞ്ചു പൊട്ടി കരയുമ്പോഴാണ് അവളുടെ ഒരു കുറ്റപ്പെടുത്തൽ. സമയം സന്ദർഭവും നോക്കി സംസാരിക്കാൻ പഠിക്കാതെയും. ചന്ദ്രമതി വായടച്ചു. അശോകന് വീണ്ടും സങ്കടം സഹിക്കാനാവാതെ വിതുമ്പാൻ തുടങ്ങി. സച്ചി അശോകന്റെ തോളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അങ്കിൾ വിഷമിക്കേണ്ട, ഇതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. അങ്കിൾ ആദ്യമൊന്ന് സമാധാനമായിരിക്ക്, സച്ചി ആശ്വസിപ്പിച്ചു. എങ്ങനെ സമാധാനമായിട്ടിരിക്കാനാ സച്ചി നീ ഈ പറയുന്നത്? എനിക്ക് സഹിക്കുന്നില്ല. എൻ്റെ മോൾ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അവൾ ആരുടെ കൂടെയാ പോയതെന്നും അറിയില്ല. അവൾക്ക് വല്ല ആപത്തും? അശോകന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവൾ ആരുടെ കൂടെയാ പോയതിനെക്കുറിച്ച് എന്തെങ്കിലും ചെറിയൊരു സൂചനയെങ്കിലും ഉണ്ടോ അങ്കിളെ? സച്ചി വീണ്ടും ചോദിച്ചു. ഇല്ല സച്ചി, അങ്ങനെ എന്തെങ്കിലും എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ അവളെ തല്ലിയൊടിച്ചേനെ. അവൾ എവിടെയുണ്ടെന്ന് പോലും എനിക്കറിയില്ലല്ലോ ഭഗവാനെ. അശോകൻ തലയിൽ കൈവച്ചു. രേവതി മുന്നോട്ട് വന്ന് അശോകന്റെ കൈകൾ ചേർത്തി പിടിച്ചു. അങ്കിളെ, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഒരു പരിഹാരം ഉണ്ടാക്കാം. മോളെ, എവിടെ നിന്നായാലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ അവൾ നമ്മൾ കണ്ടെത്തും.
പുറത്തിറങ്ങിയ അങ്കിളിന് അതൊരു വലിയ നാണക്കേടാവില്ലേ? ഇന്നത്തെ കാലം വല്ലാത്ത കാലാണ്. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ എന്ന ഭയം ഞങ്ങൾക്കുമുണ്ട്. അങ്കിൾ ധൈര്യമായിട്ടിരിക്ക്. സച്ചിയും രേവതിയും തമ്മിൽ ഒന്ന് നോക്കി. അവർക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അല്ലെങ്കിലേ മോൾ ആ കവലയിലുള്ള മെഡിക്കൽ ഷോപ്പിന്റെ അല്ലായിരുന്നോ ജോലി ചെയ്തിരുന്നത്? രേവതി ചോദിച്ചു. അതേ മോളെ, അവിടെയായിരുന്നു. സച്ചിയും രേവതിയും അശോകനിൽ നിന്നും മെഡിക്കൽ ഷോപ്പിന്റെ വിശദാംശങ്ങളും മകളുടെ കൂട്ടുകാരുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അശോകനെ സമാധാനിപ്പിച്ചതിന് ശേഷം അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തയ്യാറായി. പേടിക്കൊന്നും വേണ്ട അശോക, ധൈര്യമായിട്ടിരിക്കെ. സച്ചിയും രേവതിയും അവരെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടേ വരുള്ളൂ. മോൾക്കൊരു ആപത്തു സംഭവിക്കില്ല. രവീന്ദ്രൻ അശോകന് ഉറപ്പു നൽകി. ഇതേ സമയം സച്ചിയും രേവതിയും കാറിൽ നേരെ കവലയുള്ള ആ ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോയത്. തിരക്കേറിയ നിരത്തിലൂടെ വണ്ടി പോകുമ്പോൾ രണ്ടുപേരും മൗനത്തിലായിരുന്നു. അശോകന്റെ കണ്ണുനീർ അവരുടെ മനസ്സിൽ ഒരു വിങ്ങലായി അവശേഷിച്ചു. മെഡിക്കൽ ഷോപ്പിലെത്തുമ്പോൾ അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. കൗണ്ടറിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ രേവതി വണ്ടിയിൽ നിന്നും ഇറങ്ങി വേഗത്തിൽ നേരെ കടയിലേക്ക് നടന്നു. സച്ചി അവൾക്ക് പിന്നാലെയും. എന്താ വേണ്ടത്? കൗണ്ടറിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി ചിരിയോടെ ചോദിച്ചു. സച്ചി ഗൗരവത്തോടെ അവളെ നോക്കി. ചോദിക്കുന്ന കാര്യങ്ങൾക്ക് സത്യം മാത്രം പറയണം, മനസ്സിലായോ? പെൺകുട്ടി പകച്ചുപോയി. സത്യമോ? നിങ്ങൾ എന്താ സാറേ ഈ പറയുന്നത്? ഇത് മെഡിക്കൽ ഷോപ്പാണ്. മരുന്ന് വല്ലതും വേണമെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. മര്യാദക്ക് ചോദിക്കുന്നത് കൃത്യമായിട്ടുള്ള ഉത്തരം വേണം. സച്ചിയുടെ ശബ്ദം കടുത്തു. ഇല്ലെങ്കിൽ വിവരമറിയും. ഇവിടെ നേരത്തെ ജോലി ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അശോകന്റെ മോൾ. അവൾ എവിടെ പോയി? പെൺകുട്ടി അല്പമൊന്ന് പതറി. അവൾ ഇന്ന് വന്നിട്ടില്ല സാറേ. അതിന് കാരണം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. സച്ചി വീണ്ടും തറപ്പിച്ചു ചോദിച്ചു. പെൺകുട്ടി ഭയത്തോടെ പിന്നോട്ട് മാറി. അപ്പോഴാണ് രേവതി ഇടപെട്ടത്. രേവതിയുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം വന്നിരുന്നു. സച്ചിയുടെ അങ്ങോട്ടേക്ക് മാറി നിന്ന്. സാർ അങ്ങോട്ടേക്ക് മാറി നിൽക്ക്, ഞാൻ ചോദിക്കാം. സച്ചിയെ നോക്കിക്കൊണ്ട് കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് പെൺകുട്ടിക്ക് നേരെ തിരിഞ്ഞു. മര്യാദക്ക് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. സാറേ, അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ആരാ? പെൺകുട്ടി സംശയത്തോടെ ചോദിച്ചു. രേവതി ചുറ്റുമൊന്ന് നോക്കിയിട്ട് വളരെ പതുക്കെ എന്നാ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ഞങ്ങൾ പോലീസിൽ നിന്നാണ്, ക്രൈംബ്രാഞ്ചിൽ നിന്ന്, അറിയാലോ. പെൺകുട്ടി സച്ചിയൊന്ന് നോക്കി. സച്ചിയുടെ ഗൗരവം കണ്ടപ്പോൾ അത് സത്യമാണെന്ന് അവൾക്ക് തോന്നി. അല്ല, ആ സാറിനെ കണ്ടിട്ട് പോലീസാണെന്ന് തോന്നുന്നില്ലല്ലോ. അതെ, ഞങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. CBI എന്ന് കേട്ടിട്ടുണ്ടോ? രഹസ്യാന്വേഷണമൊക്കെ ഉള്ള വിഭാഗം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വേഷത്തിൽ തന്നെ വന്നിരിക്കുന്നത്. യൂണിഫോമിൽ വന്ന ആളുകൾക്ക് സംശയമായില്ലേ? ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വന്നതാ ഞങ്ങള്. രേവതി ഒട്ടും കൂസലില്ലാതെ തന്നെ കള്ളം പറഞ്ഞു. അത് കേട്ട പെൺകുട്ടിയുടെ കിളി പോയി. അവൾ ആകെ വിറക്കാൻ തുടങ്ങി. പോലീസും CBI ഒക്കെ മെഡിക്കൽ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നു. സത്യം പറ, ഇവിടെ നിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആ കുട്ടി ആരുടെ ഒപ്പമാണ് ഒളിച്ചോടി പോയത്? കേസ് വലിയ കുഴപ്പത്തിലാണ്. അവൾ ആരോടൊപ്പം പോയി, എങ്ങോട്ടേക്ക് പോയി എന്നൊക്കെ നിനക്കറിയാമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ജോലി ചെയ്തിരുന്നത്? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെയും പ്രതിജ്ഞയിൽ ചേർക്കേണ്ടി വരും. രേവതി ഭീഷണി മുഴക്കി. അയ്യോ, എനിക്ക് സത്യമായിട്ടൊന്നും അറിയില്ല മാഡം, എന്നെ വെറുതെ വിടണേ. പെൺകുട്ടി കരച്ചിലിന്റെ വക്കിലെത്തിരുന്നു. സച്ചി മുന്നോട്ട് വന്നു. നിനക്കറിയാം, നീയും കൂടി അവൾക്ക് താശ ചെയ്തു കൊടുത്തതല്ലേ അവൾ ഒളിച്ചോടി പോയത്? സത്യം പറ. അല്ല സാറേ, അങ്ങനെയൊന്നുമില്ല. അവൾക്കൊരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്കറിയാം. പക്ഷേ ഒളിച്ചോടുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആരുമായിട്ടാ അവൾക്കിഷ്ടം? അയാളുടെ പേരെന്താ? അവനിപ്പോൾ എവിടെയുണ്ടെന്ന് നിനക്കറിയാമോ? സച്ചി ചോദ്യങ്ങളിങ്ങനെ ചോദിച്ചു. അത് പിന്നെ ഞാൻ സത്യം പറയാം സാറേ. പെൺകുട്ടി പതുക്കെ പറഞ്ഞു തുടങ്ങി. ആ ചെറുപ്പക്കാരനെക്കുറിച്ചും അവൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ അഡ്രസ്സും എല്ലാം തന്നെ അവൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു. അവരുടെ കല്യാണം കഴിഞ്ഞോ? രേവതി ചോദിച്ചു. ഇല്ല മാഡം, കല്യാണം കഴിഞ്ഞിട്ടില്ല. രണ്ട് വീട്ടുകാർ സമ്മതിക്കാതെ കല്യാണം കഴിക്കില്ലെന്നാ അവർ പറയുന്നത്. വീട്ടുകാർ സമ്മതിക്കുന്നതുവരെ അവർ ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിൽക്കാനാ പ്ലാന്. കല്യാണം കഴിക്കാതെ ഒരുമിച്ച് നിൽക്കാനാണ് അവരുടെ തീരുമാനം. കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. സച്ചിക്കും രേവതിക്കും ആശ്വാസമായി. കുട്ടികൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അഡ്രസ്സും കിട്ടി. അവർ വേഗത്തിൽ തന്നെ വണ്ടി കയറി ആ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഒരു വശത്ത് അശോകന്റെ വീട് കണ്ണീരിൽ കുതിക്കുമ്പോൾ മറുവശത്ത് മറ്റൊരു വീട്ടിലും വലിയ സങ്കടങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ബീരാൻ തന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ വലിയൊരു ബഹളം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പെങ്ങൾ ഉമ്മറത്തെ തിണ്ണയിലിരുന്ന് മാറത്തടിച്ച് കരയുന്നു. ചുറ്റും ബന്ധുക്കളും അയൽക്കാരും നിൽക്കുന്നുണ്ട്. ബീരാൻ വേഗത്തിൽ അങ്ങോട്ടേക്ക് ചെന്നു. എന്താ ഇവിടെ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ബീരാൻ ചോദിച്ചു. പെങ്ങൾ ബീരാനെ കണ്ടപ്പോൾ സങ്കടം സഹിക്കാനാവാതെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എൻ്റെ ഇക്ക, ആ നശിച്ചവൻ എന്നോട് ഈ ചതി ചെയ്തുവല്ലോ. എൻ്റെ മാനമായ കളഞ്ഞുവല്ലോ. ബീരാന്റെ പെങ്ങളുടെ മകനായിരുന്നു ആ അശോകന്റെ മകളെ കൂട്ടിക്കൊണ്ട് ഒളിച്ചോടിയത്. അവൻ എത്ര വലിയ ചതിയാ എന്നോട് ചെയ്തത്. എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു അവന്. പെങ്ങൾ തേങ്ങിക്കൊണ്ട് കരഞ്ഞു. ബീരാൻ ആകെ അസ്വസ്ഥനായി. അല്ല, അവൻ ആ പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണെന്ന കാര്യം അവൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞിരുന്നു ഇക്ക. പക്ഷേ ഞാൻ അതത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഞാൻ അവനെ വഴക്കു പറഞ്ഞു. അത് ഞാൻ എൻ്റെ തെറ്റ്. പക്ഷേ അതുകൊണ്ട് അവൻ ഇങ്ങനെ ഒളിച്ചോടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ബീരാൻ ദേഷ്യത്തോട് പറഞ്ഞു. എടി മണ്ടി, ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ താല്പര്യമല്ലേ നമ്മൾ നോക്കേണ്ടത്? നീ വെറുതെ വാശി പിടിച്ചിട്ട് ഇപ്പം എന്തായി? ഒടുവിൽ അവൻ അവളെയും കൂട്ടിയിട്ട് ഇറങ്ങിപ്പോയില്ലേ? എല്ലാവരും വേണ്ടാന്ന് വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ തന്നെ അവന് കെട്ടിച്ചു കൊടുക്കായിരുന്നില്ലേ?
ബീരാന്റെ കുറ്റപ്പെടുത്തുകൾ കേട്ടപ്പോൾ പെങ്ങളുടെ കരച്ചിൽ കൂടി. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? അവരൊന്ന് കണ്ടുപിടിച്ച് തായിക്ക. ബീരാൻ പെങ്ങളെ ആശ്വസിപ്പിച്ചു. നീ വിഷമിക്കരുത്, ഞാൻ നോക്കട്ടെ. അവൻ ഏത് പെങ്കൊച്ചിനാ വിളിച്ചോണ്ട് പോയി നിൽക്കുന്നത് എന്നും ഞാൻ നോക്കട്ടെ. അവർ എവിടെയാണുള്ളത് എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാം. ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം. ഇത്രയും പറഞ്ഞ് ബീരാൻ പെങ്ങളെ സമാധാനിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവരെവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന അന്വേഷണത്തിലായിരുന്നു ബീരാനും. ഇതേ സമയം സച്ചിയും രേവതി മെഡിക്കൽ ഷോപ്പിലെ പെൺകുട്ടി പറഞ്ഞ അഡ്രസ്സ് തിരിഞ്ഞ് ആ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്കെത്തി. ഒരു ചെറിയ വീട്, വാതിൽക്കൽ തന്നെ 2 പേരും ഇരിക്കുന്നുണ്ടായിരുന്നു. അശോകന്റെ മകളും ആ ഒരു കാമുകനും. സച്ചിയും രേവതിയെ കണ്ടപ്പോൾ പെൺകുട്ടിയൊന്ന് ഞെട്ടി എഴുന്നേറ്റു. അവരുടെ മുഖത്ത് കുറ്റബോധവും ഭയവും നേടിച്ചു. സച്ചി പയ്യനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ട് പെൺകുട്ടിയോട് ചോദിച്ചു, നിനക്ക് ഈ കടുങ്ക ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന്? നിന്റെ അച്ഛൻ അവിടെ നെഞ്ചുപൊട്ടി കരയാണ്. പെൺകുട്ടി തല താഴ്ത്തി നിന്നു. പയ്യൻ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്നു. സാറേ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. വീട്ടുകാരുടെ സമ്മതത്തോടെ മാത്രമേ ഞങ്ങൾ കല്യാണം കഴിക്കുള്ളൂ. അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രേവതി ശാന്തമായി പറഞ്ഞു. അതിനൊക്കെ ഒരു വഴിയുണ്ട്. നിങ്ങൾ 2 പേരും ഏതായും ഒളിച്ചോടി. ഇനിയിപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. നിങ്ങൾ എവിടെ തന്നെ നിൽക്ക്, ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം. സച്ചിയും രേവതി നേരെ പോയത് പയ്യന്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തുമ്പോൾ ബീരാൻ അശോകന്റെ വീട് അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. പയ്യന്റെ അമ്മയും ബന്ധുക്കളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. സച്ചിയും രേവതിയും അവരുമായി സംസാരിക്കാൻ തുടങ്ങി. അതെ, ഇനി നിങ്ങൾ ഇത് ഇങ്ങനെ എതിർത്ത് നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല, സച്ചി പയ്യന്റെ അമ്മയോട് പറഞ്ഞു. അവർക്ക് തമ്മിൽ അത്രമാത്രം ഇഷ്ടത്തിലാണ്. അവരങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത്. വെറുതെ സമൂഹത്തിന് മുന്നിൽ എന്തിനാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്? പയ്യന്റെ അമ്മ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആദ്യം എതിർത്തു എന്നത് സത്യമാ. എന്നാലും അവൻ എന്നോട് ഈ ഒരു ചതി ചെയ്യേണ്ടായിരുന്നു. ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? നിങ്ങൾ അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. രേവതി ഇടപെട്ടു. അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അത് നടത്തിക്കൊടുക്കുന്നല്ലേ നല്ലത്. ഇത്രയും കാലം എങ്ങനെ എതിർത്ത് നിൽക്കാൻ പറ്റും നിങ്ങൾക്ക്? അവരൊളിച്ചോടിയെങ്കിലും നിങ്ങളുടെ സമ്മതം കിട്ടുന്നതുവരെ കല്യാണം കഴിക്കില്ല എന്ന വാശിയിലാണ് 2 പേരും. അപ്പോൾ പിന്നെ നിങ്ങൾ ഇനി എതിർത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. സച്ചിയുടെയും രേവതിയുടെയും വാക്കുകൾ ആ അമ്മയുടെ മനസ്സ് മാറ്റി. അവർക്കും അവരുടെ മകനെ പിരിഞ്ഞു കഴിയാനൊന്നും കഴിയില്ലായിരുന്നു. ഒടുവിൽ അവർ പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. അവർ വരികയാണെങ്കിൽ ഞാൻ കല്യാണം നടത്തി കൊടുക്കാമെന്ന്. സച്ചിക്കു രേവതിക്കു സന്തോഷമായി. ഇനി അശോകനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തണം. അവർ ഉടനെ തന്നെ അശോകന്റെ വീട്ടിലേക്ക് തിരിച്ചു. സച്ചിയും രേവതിയും അശോകന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ വല്ലാത്തൊരു മൗനം തളം കെട്ടി നിന്നു. അശോകന്റെ ഭാര്യ ബിന്ദുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. നിനക്ക് അവളെ നന്നായിട്ട് നോക്കാൻ പാടില്ലായിരുന്നോ ബിന്ദു? നീ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. നീ അവളെ വഴക്ക് പറഞ്ഞതുകൊണ്ടല്ലേ അവളിങ്ങനെ ഇറങ്ങിപ്പോയത്? അശോകൻ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ ഇങ്ങനെ ചോദിച്ചു. ബിന്ദു തല കുനിച്ചിരുന്ന് കരയുമായിരുന്നു. അപ്പോഴാണ് സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് കയറി വന്നത്. അവരെ കണ്ടപ്പോൾ അശോകൻ ഓടിച്ചെന്നു. സച്ചി, മോൾക്ക് മോളെ പറ്റിയിട്ട് വല്ല വിവരം കിട്ടിയോ? അവൾ എവിടെയാ? അശോകന്റെ ശബ്ദം വിറച്ചു. സച്ചി ചിരിച്ചുകൊണ്ട് അശോകന്റെ കൈകൾ പിടിച്ചു. അങ്ങൊട്ടും വിഷമിക്കണ്ട. അവൾ എവിടെയുണ്ടെന്നുള്ള കാര്യങ്ങളോ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവൾ സുരക്ഷിതയാണ്. ഇത് കേട്ട് അശോകനും ബിന്ദുവിനും വലിയൊരു ആശ്വാസമായി. രേവതി കാര്യങ്ങൾ വിശദീകരിച്ചു. ചെക്കന്റെ വീട്ടിൽ ഞങ്ങൾ ചെന്ന് സംസാരിച്ചു അങ്കിളെ. അവർക്ക് സമ്മതക്കുറവൊന്നുമില്ല. അവരാ കല്യാണം നടത്താൻ തയ്യാറാണ്. അങ്കിള് വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം. അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് അങ്കിളുടെ സമ്മതമാണെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ഒരു കല്യാണം നടത്തി കൊടുക്കാം. ഇത് കേട്ടപ്പോൾ അശോകന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ സങ്കടത്തോടെ പറഞ്ഞു, എനിക്ക് യാതൊരുവിധ സമ്മതക്കുറവുമില്ല സച്ചി. എന്റെ മോൾക്ക് ഇഷ്ടമുള്ള ആളല്ലേ. അവൾ എന്റെ മുന്നിലേക്ക് വന്നാൽ മതി. ആരും അറിയാതെ അവൾ എവിടെയോ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ അവളെ കെട്ടിച്ചു വിടുന്നത് തന്നെയല്ലേ. ഞാൻ അവളെ കല്യാണം നടത്തി കൊടുക്കാം. കാര്യങ്ങളെല്ലാം തന്നെ ശുഭമായി അവസാനിക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു സച്ചിയും രേവതിയും. അവർ പെട്ടെന്ന് തന്നെ തിരികെ പോയി അശോകന്റെ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. മകൾ മുറ്റത്തേക്ക് കയറി വന്നപ്പോൾ അശോകന്റെയും ബിന്ദുവിന്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ ഓടി വന്ന് അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം അച്ഛാ, ഞാൻ ഇനി ഒരിക്കലും അച്ഛനെ വിട്ടു പോവില്ല. അവൾ തേങ്ങി. അശോകൻ മകളുടെ തലയിൽ തലോടി. സാരമില്ല മോളെ, പോട്ടെ, എല്ലാം കഴിഞ്ഞില്ലേ. നിന്റെ കല്യാണം ഈ അച്ഛൻ ഗംഭീരമായി തന്നെ നടത്തിത്തരാം. അങ്ങനെ 2 വീട്ടുകാരും തമ്മിൽ ഫോണിൽ സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യമായി പരിഹരിച്ചു. കല്യാണത്തിന് ഒരു തീയതിയും അവർ ഫിക്സ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ കല്യാണം നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ഈ നാടകീയ സംഭവങ്ങൾ ഒരു വലിയ രഹസ്യം മറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ബീരാന്റെ പെങ്ങളുടെ മകളാണ് അശോകന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന കാര്യം സച്ചിക്കോ രേവതിക്കോ അറിയുന്നുണ്ടായിരുന്നില്ല. അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. അശോകന്റെ വീട്ടുകാരും പയ്യന്റെ വീട്ടുകാരും പരസ്പരം സംസാരിച്ചപ്പോഴും സച്ചിയോ രേവതിയോ ശ്രുതിയോ ഈ വിവരം അറിഞ്ഞിരുന്നില്ല. ശ്രുതിയുടെ കള്ളത്തരങ്ങളുടെയും ചതിയുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴാനുള്ള ഒരു വലിയ വേദി അണിഞ്ഞൊരുങ്ങുകയായിരുന്നു അവിടെ. കല്യാണ ദിവസം വന്നെത്തി. അശോകന്റെ വീടും പരിസരവും ഉത്സവപ്പറമ്പ് പോലെയായിരുന്നു. എങ്ങും ആഘോഷങ്ങളുടെ അന്തരീക്ഷം. നിറപ്പകിട്ടാർന്ന അലങ്കാരങ്ങളും നാദസ്വരവും കല്യാണപ്പന്തലിനെ കൂടുതൽ മനോഹരമാക്കി. രവീന്ദ്രനും സച്ചിയും രേവതിയും അവിടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്നു തന്നെ ചെയ്തു. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകളുടെ കല്യാണമായതുകൊണ്ട് തന്നെ രവീന്ദ്രൻ അതിരാവിലെ തന്നെ അങ്ങോട്ടേക്ക് എത്തി.
സച്ചിയും രേവതിയുമാണല്ലോ ഈ കല്യാണം തന്നെ സാധ്യമാക്കിയത്. അവർക്ക് ഈ കുടുംബത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. പെണ്ണിനെ ഒരുക്കി മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന സമയമായി. എല്ലാവരും തിരക്കിലാണ്. ശ്രുതിയും വളരെ സന്തോഷത്തോടെയാണ് കല്യാണത്തിന് വന്നിട്ടുള്ളത്. പുതിയ സാരിയൊക്കെ എടുത്ത് അണിഞ്ഞൊരുങ്ങുമ്പോൾ അവൾ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. മണ്ഡപത്തിലേക്ക് പെണ്ണിനെ അയച്ച് നാദസ്വരത്തിന്റെ ശബ്ദം ഉച്ചത്തിലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ വരനും കൂട്ടുകാരും വാഹനത്തിൽ വന്നിറങ്ങി. എല്ലാവരും വരവേക്കാൻ വേണ്ടിയിട്ട് അശോകനും രവീന്ദ്രനും മുന്നിലുണ്ടായിരുന്നു. അവരങ്ങനെ നിൽക്കുന്നിടത്താണ് ശ്രുതിയുടെ കണ്ണുകൾ ആ കൂട്ടത്തിൽ ഒരാളെ ഉടക്കിയത്. അത് മറ്റാരുമല്ലായിരുന്നു, സാക്ഷാൽ ബീരാൻ. പുതിയ ജുബയൊക്കെ ഇട്ടിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ ബീരാൻ അവരുടെ കൂടെ വരന്റെ കൂടെ നടന്നു വരുന്നു. ശ്രുതിയുടെ നെഞ്ചിരിപ്പ് നിന്നുപോയി. അവളുടെ കണ്ണുകൾ തുറച്ചു. ശ്വാസം വിലങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി. ദൈവമേ, ഇയാൾ എന്താ ഇവിടെ? തന്റെ ഇളയച്ചനെന്ന് പറഞ്ഞ സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ ശ്രുതി അവതരിപ്പിച്ച അതേ മനുഷ്യൻ, തന്നെ സഹായിക്കാൻ വേണ്ടി തകർത്ത് അഭിനയിച്ച വ്യാജ ഇളയച്ചൻ ദാ കല്യാണ പന്തലിൽ നിൽക്കുന്നു. ഈ മനുഷ്യന് സച്ചിയോ രേവതിയെ കണ്ട തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുന്നതിന് തന്നെ ഇപ്പൊ തന്നെ അയാൾ അവിടെ നിന്നും അടിച്ചോടിക്കണം. കൂടുതൽ ചിന്തിക്കാൻ ശ്രുതിക്ക് സമയമുണ്ടായിരുന്നില്ല. അവൾ ആരും അറിയാതെ പതുക്കെ ബീരാന്റെ അടുത്തേക്ക് നീങ്ങി. ബീരാൻ കയ്യിൽ പിടിച്ചു വലിച്ച് പതുക്കെ ആൾക്കൂട്ടത്തിൽ നിന്നും മാറ്റി വീടിന്റെ പുറകുവശത്തേക്ക് കൊണ്ടുപോയി. ബീരാൻ ആകെപ്പാടെ അമ്പരന്നു. അല്ല, എന്താ കുട്ടി കാണിക്കുന്നത്? ശ്രുതി ദേഷ്യവും ഭയവും കലർന്ന സ്വരത്തിൽ ചോദിച്ചു. നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ ഈ കല്യാണത്തിന് വന്നത്? ബീരാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് നല്ല ചോദ്യം ശ്രുതി. ഞാൻ എന്തിനാ ഇവിടെ വന്നത് എന്നോ? ഇതെന്റെ പെങ്ങളുടെ മോന്റെ കല്യാണാണ്. പിന്നെ ഞാനിവിടെ വരാതിരിക്കുവോ? പെങ്ങളുടെ മോനോ? ശ്രുതി തലയിൽ കൈവച്ചു. അവൾക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നത് പോലെ തോന്നി. ദൈവമേ, എന്റെ കാര്യം തീർന്നു. അതിന് നീ എന്തിനാ എത്ര പേടിക്കുന്നത്? ബീരാൻ ചോദിച്ചു. ദൈവത്തെ ഓർത്തതേ ചേട്ടാ, എന്നെ ചതിക്കരുത്. നിങ്ങൾ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ മാറിപ്പോകണം, ശ്രുതി യാചിച്ചു. മാറിപ്പോവാനോ? ഞാനെങ്ങോട്ടേക്ക് മാറിപ്പോവാനാ? എന്റെ അനന്തരവന്റെ കല്യാണത്തിലേത്? ബീരാൻ എതിർത്തു. എങ്ങോട്ടേക്കിലും ഒന്ന് പോ. എങ്ങാനും ഈ വീട്ടിലുള്ളവർ, അതായത് ഞാൻ താമസിക്കുന്ന വീട്ടിലുള്ള സച്ചിയും രേവതിയും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു. അവരെങ്ങാനും നിങ്ങളുടെ മുഖം കണ്ട എന്റെ കള്ളത്തിലൊക്കെ ഇന്നോടെ പിടിക്കപ്പെടും. പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറിപ്പോവൂ, ശ്രുതി കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. ബീരാൻ അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി. എന്റെ അച്ഛൻ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ മോളാണ് ഈ കല്യാണ പെണ്ണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. എന്റെ വീട്ടുകാർ മുഴുവൻ ഇവിടെയുണ്ട്. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് വേണ്ടി ഞാൻ മുൻപ് പല കള്ളത്തരങ്ങളും ചെയ്തു, നക്ഷത്രം എണ്ണയും ചെയ്തു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. നിനക്ക് വേണ്ടി സ്വന്തം അനന്തരവന്റെ കല്യാണത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും എനിക്കാവില്ല എന്ന് ബീരാൻ തീർത്തും പറഞ്ഞു. ദൈവത്തെ ഓർത്ത് എന്നെ ചതിക്കരുത് ചേട്ടാ, ശ്രുതി വീണ്ടും കരഞ്ഞു. പക്ഷേ ബീരാൻ അതൊന്നും തന്നെ വകവെച്ചില്ല. അതൊന്നും പറ്റില്ല, നീ നിന്റെ വഴിക്ക് നോക്കുക എന്ന് മണ്ഡപത്തിൽ നിന്നും പോവണം. ബീരാൻ ധൃതിയിൽ നേരെ മണ്ഡപത്തിലേക്ക് നടന്നു. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. അവൾ ആകെ വിയർക്കുന്നുണ്ടായിരുന്നു. എല്ലാം അവസാനിച്ചു എന്ന് അവൾക്ക് ഉറപ്പായി. മണ്ഡപത്തിൽ താലി കെട്ടാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കാണ്. കെട്ടിനു മുൻപ് തന്നെ മുതിർന്നവരിൽ നിന്നും അനുഗ്രഹം വാങ്ങിക്കണല്ലോ. ചെക്കനും പെണ്ണും എഴുന്നേറ്റു. ബീരാൻ ചിരിച്ചുകൊണ്ട് മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ചെക്കനും പെണ്ണും ഓരോരുത്തരുടെയും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ തുടങ്ങി. അവർ ബീരാന്റെ അടുത്തേക്ക് വന്നു. ബീരാൻ രണ്ടുപേരുടെയും തലയിൽ ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പോഴാണ് ബീരാന്റെ പെങ്ങൾ മൈക്കിലൂടെ എല്ലാവർക്കുമായിട്ട് സംസാരിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരേ ഒരു ആങ്ങള. ഇവന്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ആ സമയം നോക്കിയപ്പോഴാണ് സച്ചിയും രേവതിയും ആൾക്കൂട്ടത്തിലൂടെ തന്നെ മണ്ഡപത്തിന്റെ അടുത്തേക്ക് വന്നത്. അവർ നേരെ നോക്കുന്നത് ബീരാന്റെ മുഖത്തേക്കാണ്. രേവതിയുടെ കണ്ണുകൾ വിടർന്നു. സച്ചിയുടെ മുഖത്തും ഒരു ഞെട്ടലുണ്ടായി. രണ്ടുപേരും പരസ്പരം നോക്കി. സച്ചിയേട്ടാ, ഇത്? രേവതിക്ക് വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല. അതേ രേവതി, ഇത് ശ്രുതിയുടെ ഇളയച്ചനല്ലേ? അതെങ്ങനെ ശരിയാവും? അയാൾ എങ്ങനെ ഇവിടെ വരേണ്ട ആളൊന്നല്ലോ. സച്ചിക്ക് കാര്യങ്ങളൊക്കെ പതുക്കെ മനസ്സിലാകാൻ തുടങ്ങി. ശ്രുതിയുടെ ഇളയച്ചൻ എങ്ങനെ ബീരാൻ പെങ്ങളുടെ ആങ്ങളെയാവും? സച്ചിയുടെ ബുദ്ധി അതിവേഗം പ്രവർത്തിച്ചു. ശ്രുതി തങ്ങളോട് പറഞ്ഞതെല്ലാം തന്നെ പച്ചക്കള്ളമായിരുന്നു. തങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ വാടകയ്ക്ക് കൊണ്ടുവന്ന അഭിനേതാവായിരുന്നു ഈ മനുഷ്യൻ. ഇത്രയും നാളും അവൾ തങ്ങളെ വിഡ്ഢികളാക്കുകയായിരുന്നു. സച്ചിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. രേവതിയുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. ഇത്രയും നാളും ശ്രുതി കാണിച്ച കള്ളത്തരങ്ങളെല്ലാം തന്നെ അവരുടെ മുന്നിൽ പകൽ വെളിച്ചം പോലെ തിളഞ്ഞു വന്നിരിക്കുകയാണ്. സച്ചിയും രേവതിയും കൈയോടെ തന്നെ കാര്യങ്ങളൊക്കെ പിടിച്ചിരുന്നു. പന്തലിന്റെ ഒരു മൂലയിൽ നിന്നും ഇതെല്ലാം നോക്കി നിൽക്കുന്ന ശ്രുതിയുടെ മുഖം വിളറി വെളുത്തു. സച്ചിയും രേവതിയും തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. അവൾക്ക് ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോവാൻ തോന്നി. ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. സച്ചിയുടെയും രേവതിയുടെയും പ്രതികരണം എന്തായിരിക്കും? ശ്രുതിക്കേതായാലും ഇനി 8ന്റെ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. അങ്ങനെ ചെമ്പനീര് പൂവിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.